നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. കുടുംബം ആത്മഹത്യയ്ക്ക് മുമ്പ് നീതി തേടി പോലീസിനെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നുണ്ടായ ഭീഷണിയിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് ആക്ഷേപം. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സൈനൈഡ് കഴിച്ചാണ് മരണം. 50-കാരനായ മണിലാല്, ഭാര്യ സ്മിത, മകൻ അഭിലാൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ മരിച്ചത്. നെയ്യാറ്റിൻകര കൂട്ടപ്പരിയിലെ വാടക വീട്ടിലാണ് മരണം നടന്നത്. മരണത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കെയാണ് പോലീസിനെതിരെ ഗുരുതര ആരോപണം ശക്തമാകുന്നത്. നെയ്യാറ്റിൻകരയിലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് കാട്ടി മരണപ്പെട്ട സ്മിത നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ് മരണത്തിന് കാരണമെന്നാണ് ആക്ഷേപം. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും 58,000 രൂപ ലോൺ എടുത്തിരുന്നു. കൃത്യമായി അടച്ചുവന്ന ലോൺ തുക മകന്റെ പഠന ചെലവുമായി ബന്ധപ്പെട്ട് മുടങ്ങി. തുടർന്ന് സ്മിത ജോലി ചെയ്തു വന്നിരുന്ന തുണിക്കടയിലെത്തി ഫിനാൻസ് കമ്പനി ജീവനക്കാരുടെ ഭീഷണിയുണ്ടായി. തുടർന്നാണ് ഇവർ പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.